ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കമ്മീഷനെ വരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു നീക്കം നടത്തി 48 പേരെ ഒറ്റയടിക്ക് കളം നിറച്ച് CPM-നെ വിറപ്പിക്കുകയും ചെയ്ത ഒരു നേതാവുണ്ട്, കെ മുരളീധരൻ. അവിടെ തിരുവനന്തപുരത്ത് മികച്ച വിജയം നേടി LDF-നെ തറ പറ്റിക്കാനും മുരളീധരനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതും ഏറെ വിശേഷപ്പെട്ടതാണ്. അതേ മുരളീധരൻ വീണ്ടും അടുത്ത ഒരു ട്വിസ്റ്റ് നടത്തുന്നുണ്ട്, ഒരു ഇറക്കം ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അവിടെ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ടീം UDF-ന് ബലം നൽകുന്ന കുഞ്ഞാലിക്കുട്ടി മുരളീധരന് വേണ്ടി സുപ്രധാനമായ ഒരു നീക്കവും നടത്തുന്നുണ്ട്. ഇവിടെയാണ് എന്തുകൊണ്ടാണ് ഇത് ടീം UDF-ന്റെ വിജയമാണ് എന്ന് സതീശൻ പറയുന്നതിന്റെ പൊരുൾ കൂടി മനസ്സിലാവുന്നത്. മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിലാണ് UDF ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കുന്നത്. അതായത് ഇന്നലെ മുതൽ വാർത്താ മാധ്യമങ്ങൾ നിറയുന്ന ഒരു വാർത്തയുണ്ട്, കെ മുരളീധരൻ ഗുരുവായൂരിൽ മത്സരിക്കുന്നു എന്നാണത്. മുതിർന്ന നേതാക്കളെ ഇറക്കി വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി പ്രചാരണത്തിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. അതായിരുന്നു ഇന്നലെ നടന്ന കൊച്ചിയിലെ UDF യോഗത്തിലെടുത്ത തീരുമാനവും. അതിന്റെ തൊട്ടടുത്ത മണിക്കൂറിലാണ് ഗുരുവായൂർ മണ്ഡലത്തിൽ മുരളീധരൻ എന്ന വാർത്തയും പരക്കുന്നത്. ഒന്നോർക്കണം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം കോൺഗ്രസ് നിയോഗിച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു കെ മുരളീധരൻ. എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിപ്പിക്കുകയും കെ മുരളീധരൻ തൃശൂരിൽ 3-ാം സ്ഥാനത്തേക്ക് പോകുകയുമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷെ അപ്പോഴും അദ്ദേഹം ഒന്നാമതെത്തിയ ഒരു അസംബ്ലി മണ്ഡലമായിരുന്നു ഗുരുവായൂർ. അതായത് 7 മണ്ഡലങ്ങൾ ചേർന്നതാണ് ഒരു ലോക്സഭാ മണ്ഡലം എന്നിരിക്കെ അതിൽ 6-ലും മുരളീധരന്റെ എതിർ സ്ഥാനാർത്ഥി വിജയിച്ചു മുന്നേറിയത് എങ്കിൽ മുരളീധരൻ മുന്നിട്ട് നിന്ന ഒരു മണ്ഡലം ഉണ്ടായിരുന്നു, ഗുരുവായൂർ. എന്നാൽ അതേസമയം നിലവിൽ മുസ്ലിം ലീഗിന്റെ കൈവശമുള്ള ഗുരുവായൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് ഈ മുരളീധരനിലൂടെ. പകരം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി സീറ്റ് ലീഗിന് വിട്ടു നൽകുകയും ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ധാരണ. മാത്രവുമല്ല, കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിലായി ഗുരുവായൂരിൽ ലീഗ് നടത്തിയ പരീക്ഷണങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് സീറ്റ് കോൺഗ്രസിന് നൽകുന്നതിനെ കുറിച്ച് ഗൗരവമായ ചർച്ചയും നടന്നത്. അതേസമയം കെ മുരളീധരൻ ഗുരുവായൂരിൽ വലിയ സ്വീകാര്യതയുണ്ടെന്നും ലീഡർ കെ കരുണാകരന്റെ മകൻ എന്ന നിലയിൽ തൃശൂരിലെ ജനങ്ങളുമായി അദ്ദേഹത്തിന് വൈകാരികമായ ഒരു ബന്ധവുമുണ്ടെന്നും തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറയുന്നുണ്ട്. ഇതെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അങ്കത്തട്ടിലേക്ക് മുരളീധരൻ ഇറങ്ങുന്നത്.